ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൺസ്. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനാണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ KTU ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ബ്രാഞ്ചിൻ്റെ ഒരു പേപ്പറാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 2023 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അതിൽ നമ്മൾ ഓൾറെഡി 4 മൊഡ്യൂളുകൾ കവർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇന്ന് 5ാമത്തെ മൊഡ്യൂളിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ 5ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നതിൻ്റെ കണ്ടൻസ് ഇത്രയാണ്. അതിൽ വരുന്നത് സ്റ്റേറ്റ് മെഷീൻസ്, പിന്നെ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ, പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസ്, ഇങ്ങനെ 3 സെക്ഷൻസ് ആയിട്ടാണ് ആ മൊഡ്യൂൾ വരുന്നത്. അപ്പോൾ കണ്ടൻസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിൽ പാർട്ട് എയിൽ ചോദിച്ചിരിക്കുന്നത് 2 ക്വസ്റ്റ്യൻസ് ഇതാണ്. ഒന്ന്, ഡ്രോ ദ സ്റ്റേറ്റ് ഡയഗ്രാം ഓഫ് 3-bit ബൈനറി ഡൗൺ കൗണ്ടർ, പിന്നെ വാട്ട് ഈസ് FPGA. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ഡയഗ്രാം ഓഫ് 3-bit ബൈനറി ഡൗൺ കൗണ്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കണം. സ്റ്റേറ്റ് ഡയഗ്രാം ഓൾറെഡി നമ്മൾ കഴിഞ്ഞ കൗണ്ടേഴ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ 3-bit ആണ് കൗണ്ടർ ഉള്ളത് അല്ലേ. അപ്പോൾ 3-bit ആണെങ്കിൽ ഈ 3-bitൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ് ആ കൗണ്ടർ കൗണ്ട് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ സീക്വൻഷ്യൽ ഓർഡറാണ് ഈ സ്റ്റേറ്റ് ഡയഗ്രത്തിൽ നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ 3 ബിറ്റ് ആണെങ്കിൽ നമുക്കറിയാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ 0 എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ യൂഷ്വലി കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ട് ചെയ്ത് പോവുക അങ്ങനെയാണ്. 0 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. പക്ഷേ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഡൗൺ കൗണ്ടറാണ് നമുക്ക് വേണ്ടത്. ഡൗൺ കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടേക്കാണ് കൗണ്ട് ചെയ്ത് പോവുക? റിവേഴ്സ് ഓർഡറിലേക്കാണ് കൗണ്ട് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ റിവേഴ്സ് ഓർഡറിലേക്ക് കൗണ്ട് ചെയ്ത് പോകണമെങ്കിൽ 0 എന്ന് പറയുന്ന സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് ഏതായിരിക്കും വരിക? 1 ആയിരിക്കും വരിക. അപ്പോൾ നമുക്കിത് റിവേഴ്സ് ഓർഡറിൽ നമുക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഓർഡറിൽ നമ്മൾ വരയ്ക്കാം. 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1. നോക്കിയേ, 1 2 3 4 5 6 7 8 സ്റ്റേറ്റ് ആയി. കാരണം 3-bit ആണ്. 3-bit വെച്ച് നമുക്ക് 8 സ്റ്റേറ്റ് ആണ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇതാണ് കൗണ്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രശ്നം എന്തായിരുന്നു? നമുക്ക് ഡൗൺ കൗണ്ടറിൻ്റെ സീക്വൻസ് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പ് കൗണ്ടറിൻ്റെ സീക്വൻസ് നമുക്ക് എഴുതാനും പറ്റും. അപ്പോൾ നമ്മൾ തൽക്കാലം അപ്പ് കൗണ്ടറിൻ്റെ സീക്വൻസ് എഴുതിയിട്ട് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഏരോ ഡൗൺ കൗണ്ടറിൻ്റെ ഡയറക്ഷനിൽ കൊടുക്കാം. അപ്പ് കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും, ഡൗൺ കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും ഏരോ. ഓക്കെ, അപ്പോൾ 0 0 0 കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ് വരേണ്ടത് 1 1 1 1 1 1 കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ് വരേണ്ടത് 1 1 0 1 1 0 കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ് 1 0 1 1 0 1 കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ് 1 0 0 1 0 0 കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ് 0 1 1 അത് കഴിഞ്ഞിട്ട് 0 1 0 അത് കഴിഞ്ഞിട്ട് 0 0 1 അത് കഴിഞ്ഞിട്ട് 0 0 0. ഇങ്ങനെ വരച്ചാൽ മതി. സോ ദിസ് ഈസ് ദ സ്റ്റേറ്റ് ഡയഗ്രാം ഓഫ് എ 3-bit ബൈനറി ഡൗൺ കൗണ്ടർ. ഓക്കെ, സിമ്പിളാണ്. കൗണ്ടിങ് സീക്വൻസ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. 3 മാർക്കിനല്ലേ ഉള്ളൂ, അപ്പോൾ ഇത്രയും മതിയാവും. നെക്സ്റ്റ്, വാട്ട് ഈസ് FPGA തിയററ്റിക്കൽ ക്വസ്റ്റൻ ആണ്. തിയററ്റിക്കൽ ക്വസ്റ്റനിൽ എഴുതേണ്ട പോയിന്റ്സ് ജസ്റ്റ് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേ, അതിനെയാണ് നമ്മൾ FPGA എന്ന് പറയുന്നത്. അതൊരു റീപ്രോഗ്രാമബിൾ IC ആണ്. അത് പ്രോഗ്രാം ചെയ്യുന്നത് ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് വെച്ചിട്ടാണ് നമ്മൾ FPGA എന്ത് ചെയ്യാറ്? പ്രോഗ്രാം ചെയ്യാറ്. ഇതിന് നമുക്ക് അപ്ലിക്കേഷൻ സ്പെസിഫിക് IC ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. കൂടാതെ ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മെയിൻ ആയിട്ട് വരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഗറബിൾ ലോജിക് ബ്ലോക്സ്, CLB എന്ന് പറയും. ഈ CLBസിൻ്റെ ഒരുപാട് സെറ്റ്സ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഈ CLBs ആണ് ഇതിൻ്റെ അകത്തുള്ള മെജോറിറ്റി ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നത്, കോൺഫിഗറബിൾ ലോജിക് ബ്ലോക്സ്. കൂടാതെ ഇതിൻ്റെ ഇടയിൽ എന്തുണ്ട്? ഇന്റർ കണക്ട്സ് ഉണ്ട്. ഈ ഇന്റർ കണക്ട്സ് ആണ് ഈ വരച്ചിരിക്കുന്നത്. ഈ ഇന്റർ കണക്ട്സ് എന്ന് പറയുന്നതും പ്രോഗ്രാമബിൾ ആണ്. ഏതൊക്കെ രീതിയിൽ കണക്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് പ്രോഗ്രാം ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ബ്ലോക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ മതി. കാരണം 3 മാർക്കിനുള്ള ക്വസ്റ്റൻ ആണ്. തിയററ്റിക്കൽ ക്വസ്റ്റൻ ആയതുകൊണ്ട് കൂടുതൽ അതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പാർട്ട് ബിയിലേക്ക് പോവാം. പാർട്ട് ബിയിൽ വരുന്ന 4 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതാണ്. അതിൽ പാർട്ട് ബിയിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെയ്റ്റഡ് റെസിസ്റ്റർ ടൈപ്പ് DACനെ ഡിസൈൻ ചെയ്യാനാണ്. കൂടാതെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വെരിലോഗ് കോഡ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്ലാഷ് ടൈപ്പ് A to D കൺവേർട്ടർ, പിന്നെ PALഉം PLAയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് ചോദിച്ചിട്ടുള്ളത് പാർട്ട് ബിയിൽ. അതിൽ നമുക്ക് പാർട്ട് ബിയിലെ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ആ പ്രോബ്ലം എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ എ 4-bit
weighted resistor DAC whose full scale output voltage is minus 5 volt. The logic levels are logic 1 is equal to plus 5 volt and logic 0 is equal to 0 volt. What is the output voltage when the input is 1101? Weighted DAC, digital to analog converter. Digital to analog converter എന്താ ചെയ്യുക? ഡിജിറ്റൽ ഡാറ്റേനെ അനലോഗ് ഡാറ്റ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ ഡാറ്റേനെ അനലോഗ് ഡാറ്റ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന DACയുടെ സ്ട്രക്ചറാണിത്. ഈ സ്ട്രക്ചർ ക്വസ്റ്റ്യനിൽ തന്നതല്ല, നമ്മൾ വരയ്ക്കേണ്ടതാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിസൈൻ ചെയ്യേണ്ടത്. ഇതിൽ ഡിസൈൻ ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കി. ഈ റെസിസ്റ്റേഴ്സ് വാല്യൂസ് ഒന്നും നമുക്കറിയില്ല. ഈ റെസിസ്റ്റേഴ്സ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഡിസൈനായി. ഇതൊരു കമ്പറേറ്ററാണ്, അപ്പോൾ അല്ലെങ്കിൽ ഒരു ഓപ്പാമ്പാണ്. ഓപ്പാമ്പ് സ്പെസിഫിക്കേഷൻസ് ഒന്നും നമുക്ക് വേണ്ട, നമുക്ക് ഇതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂസ് മാത്രം മതിയാവും. ഓക്കെ, അപ്പോൾ ഈ റെസിസ്റ്റൻസ് വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിന് പറഞ്ഞിട്ടുണ്ട് 4 ബിറ്റാണ്. അപ്പോൾ 4 ബിറ്റ് ആവുന്ന സമയത്ത് ആക്ച്വലി ഈ സർക്യൂട്ട് എന്ന് പറയുന്നത്, DACയുടെ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതൊരു സമ്മിങ് ആംപ്ലിഫയർ ആണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ദ സർക്യൂട്ട് ഈസ് ഓഫ് എ സമ്മിങ് ആംപ്ലിഫയർ. ഓക്കെ, അപ്പോൾ സമ്മിങ് ആംപ്ലിഫയറിൽ V1, V2, V3, V4 ഇതെല്ലാം ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ V1 + V2 + V3 + V4 ആണ് യൂഷ്വലി തരിക. എങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റെസിസ്റ്റൻസ് വാല്യൂ അതിനനുസരിച്ചാണെങ്കിൽ. പക്ഷേ ഇവിടുത്തെ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് 2ന്റെ പവേഴ്സിലാണ്. അതായത് ഇത് 2⁻⁴R, ഇത് 2⁻⁴R, ഇത് 2⁻²R, ഇത് 2⁻3R. ഇനി ഒരു ബിറ്റ് ഉണ്ടെങ്കിൽ 2⁻4R വരും. അടുത്ത ബിറ്റ് ഉണ്ടെങ്കിൽ 2⁻5R വരും. അങ്ങനെ വരും. ഓക്കെ, ഇനി ഇതിൻ്റെ റെസിസ്റ്റേഴ്സ് വാല്യൂ കണ്ടുപിടിക്കുന്നതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്യുക. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ equation. We can find the output voltage using the relation that is minus RF into V1 divided by R plus V2 divided by 2R plus V3 divided by 4R plus V4 divided by 8R. ഈ ഒരു റിലേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ അകത്തുള്ള ഡിസൈൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു റിലേഷനിൽ എന്തൊക്കെയുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ട്, ഓരോ ഇൻപുട്ട് വോൾട്ടേജസും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇൻപുട്ട് വോൾട്ടേജസ് കണ്ടുപിടിക്കുക, ഔട്ട്പുട്ട് വോൾട്ടേജസ് കണ്ടുപിടിക്കുക? അതാണ് ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഇതിൽ ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് -5 വോൾട്ട് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സർക്യൂട്ട് എന്താണ് ഈ സർക്യൂട്ട്? ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ആണ്, DAC ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ഡിജിറ്റൽ ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനലോഗ് ഔട്ട്പുട്ട് അത് തരണം. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ ഇൻപുട്ട് ഇതിനകത്ത് മാക്സിമം കൊടുക്കാൻ പറ്റിയ ഡിജിറ്റൽ ഇൻപുട്ട് എത്രയാ? 4 ബിറ്റിൽ മാക്സിമം കൊടുക്കാൻ പറ്റിയ ഡിജിറ്റൽ ഇൻപുട്ട് എന്ന് പറയുന്നത് 1 1 1 1 ഇതാണല്ലോ, അല്ലേ? അപ്പോൾ ഈ 4 1 കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിരിക്കും മാക്സിമം വോൾട്ടേജ്. ഇതിൽ കൂടുതൽ ഡിജിറ്റൽ വാല്യൂ 4 ബിറ്റിൽ നമുക്ക് കൊടുക്കാനില്ല. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഡിജിറ്റൽ ഇൻപുട്ട് എന്ന് പറയുന്നത് 4ലും 1 കൊടുക്കാം. അപ്പോൾ V1ന് 1 വരും, V2ന് 1 വരും, V3ന് 1 വരും, V4ന് 1 വരും. ഓക്കെ, അപ്പോൾ ആ 4ലും 1 കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് 1 അല്ല, ലോജിക് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണോ 1 ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ +5 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. ലോജിക് 1 എന്ന് പറഞ്ഞാൽ +5 വോൾട്ട്. അപ്പോൾ V1 5 വോൾട്ട്, V2 5 വോൾട്ട്, V3 5 വോൾട്ട്, V4 5 വോൾട്ട്. ഈ 4നും 5 വോൾട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ്, ആ മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജിനാണ് നമ്മൾ എന്ത് പറയുക? ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് -5 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് വാല്യൂ ഓഫ് RF ഈസ് അൺനോൺ. ഓക്കെ, വാല്യൂ ഓഫ് V1 ഈസ് 5 അല്ലേ? V1ഉം V2ഉം V3ഉം V4ഉം 4ഉം 1 ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4ഉം 5 വോൾട്ട് ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താവും? 5 ഡിവൈഡഡ് ബൈ R പ്ലസ് 5 ഡിവൈഡഡ് ബൈ 2R പ്ലസ് 5 ഡിവൈഡഡ് ബൈ 4R പ്ലസ് 5 ഡിവൈഡഡ് ബൈ 8R. ഇങ്ങനെയായി മാറും. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. എല്ലായിടത്തും ഡിനോമിനേറ്ററിൽ 6 ഉണ്ട്, ആ 6-നെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാം. എല്ലായിടത്തും 5 ഉണ്ട്, ആ 5-നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. സോ ദ ഇക്വേഷൻ ബിക്കംസ് എന്താ വരിക? -5 ഈസ് ഈക്വൽ ടു 5 ടൈംസ് RF
ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ആർ എഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ റെസിസ്റ്റൻസിനെയാണ് കേട്ടോ. ദിസ് ഈസ് ആർ എഫ്. ഇവിടെ ഇവിടെ ആറും തന്നെ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നത്. സോ ദാറ്റ് ഈസ് അനദർ റെസിസ്റ്റർ ആർ എഫ്. ചില സമയത്ത് നമ്മൾ ആർ എഫും സെയിം ആക്കി എടുക്കാറുണ്ട്. ഓക്കെ 5 ഇൻറ്റു ആർ എഫ് ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു എന്താ വരിക, 5 പുറത്തെടുത്തു, ഇവിടെ ആറും പുറത്തെടുത്തു. അപ്പോൾ എന്താ ഉണ്ടാവുക, ഇവിടെ 1, ഇവിടെ 1/2, ഇവിടെ 1/4, ലാസ്റ്റ് 1/8. സോ 1 പ്ലസ് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇതിൻ്റെ അകത്ത് ആർ എഫും ആറും അൺനോൺ ആണ്. ഓക്കെ, അപ്പോൾ രണ്ടും നമുക്കറിയില്ല. അപ്പോൾ രണ്ടും അറിയാണ്ട് ഒരു ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ലെറ്റ് us take ആർ എഫ് ഈസ് ഈക്വൽ ടു 10K ഒരു വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഇത് ഡിസൈൻ പ്രൊസീജിയർ അല്ല. ഡിസൈൻ പ്രൊസീജിയർ ആവുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ചില റെസിസ്റ്റൻസ് വാല്യൂ അസ്യൂം ചെയ്യേണ്ടി വരും, ഫേവറബിൾ ആയിട്ടുള്ള റെസിസ്റ്റൻസ് വാല്യൂ അസ്യൂം ചെയ്യേണ്ടി വരും. സോ ദിസ് ഇക്വേഷൻ ബിക്കംസ് എന്തായിട്ട് മാറും, ഈ 5ഉം ഈ 5ഉം ക്യാൻസൽ ചെയ്യും. ഇക്വേഷൻ എങ്ങനെയായിരുന്നു, മൈനസ് ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ മൈനസ് ഉണ്ട്, അപ്പോൾ ഈ മൈനസും ക്യാൻസൽ ആവും. ആർ എഫിൻ്റെ വാല്യൂ 10 ആണ്. സോ 1 ഈസ് ഈക്വൽ ടു 10K ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ഈ സംഭവം സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക 8 + 4 + 2 + 1 എത്രയാണ് വരിക, 8 4 12 14 8 4 12 14 15 15/8 ആണ് നമുക്ക് വരിക. ഓക്കെ, ഇതിൻ്റെ അകത്ത് റെസിസ്റ്റൻസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക 18.75 കിലോ ഓംസ്. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് വാല്യൂ കിട്ടി, ഈ റെസിസ്റ്ററിന്റെ വാല്യൂ കിട്ടി. ഇത് 18.75 ആണെങ്കിൽ ഈ റെസിസ്റ്റർ എത്രയായിരിക്കും, 2 times R അല്ലേ. ഫസ്റ്റ് റെസിസ്റ്റൻസ് വാല്യൂ 18.75 ആണെങ്കിൽ 2R എത്രയായിരിക്കും, 2R വിൽ ബി 18.75 × 2. അതേപോലെ പിന്നെ 4R എന്ന് പറയുന്നത് 18.75 × 4, 8R എന്ന് പറയുന്നത് 18.75 × 8. എത്രയാണെന്നുള്ള കറസ്പോണ്ടിങ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് വാല്യൂസ് എല്ലാം നമുക്ക് കിട്ടി. അപ്പോൾ സർക്യൂട്ടിന്റെ ഡിസൈൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പ്രകാരം നമ്മൾ എന്ത് ചെയ്തു, 4-bit വെയ്റ്റഡ് റെസിസ്റ്റർ DAC ഡിസൈൻ ചെയ്തു. ഓക്കെ, ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല. നെക്സ്റ്റ് പാർട്ടിൽ ചോദിക്കുന്നുണ്ട്, വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വെൻ ദ ഇൻപുട്ട് ഈസ് 1101. അതായത് ഒരു സ്പെസിഫിക് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയായിരിക്കും. ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടാനുള്ള ഡയറക്റ്റ് ഇക്വേഷൻ എന്നാണ് നമ്മൾ തുടങ്ങിയത്. ആ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമുക്ക് റെസിസ്റ്റൻസ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ്? സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു എന്താണ് നമ്മുടെ ഇക്വേഷൻ, -RF ഡിവൈഡഡ് ബൈ ആർ അല്ലേ, -RF ഇവിടെ ഇക്വേഷൻ ഇവിടെ -RF ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു എന്താ വരിക, V1 divided by 1 plus V2 divided by 2 plus V3 divided by 4 plus V4 divided by 8. ഇങ്ങനെയാണ് വരിക അല്ലേ. അതിൽ V1, V2, V3, V4 നേരത്തെ നമ്മൾ 1111 കൊടുത്തു. എന്തുകൊണ്ടാണ് 1111 കൊടുത്തത്? നേരത്തെ ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ കേസിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഔട്ട്പുട്ട് വോൾട്ടേജ് കറസ്പോണ്ടിങ് ടു 1101 എന്ന് വെച്ച് കഴിഞ്ഞാൽ V1 എന്ന് പറയുന്നത് 1ന് കറസ്പോണ്ടിങ്, V2 എന്ന് പറയുന്നത് 1ന് കറസ്പോണ്ടിങ്, V3 എന്ന് പറയുന്നത് 0ന് കറസ്പോണ്ടിങ്. 0 എന്ന് പറയുന്നത് ലോജിക് 0 എന്ന് പറയുന്നത് എത്രയാ, 0 വോൾട്ട്. അപ്പോൾ V1ന്റെ വാല്യൂ 5, V2ന്റെ വാല്യൂ 5, V3യുടെ വാല്യൂ 0, V4ന്റെ വാല്യൂ 5. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കണം. RFന്റെ വാല്യൂ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്, 10K ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. റെസിസ്റ്റൻസ് വാല്യൂ 18.75K ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇൻറ്റു ഇവിടെ എല്ലാത്തിനും കോമൺ ആയിട്ട് 5 ഉണ്ട്, അപ്പോൾ 5നെ പുറത്തേക്ക് എടുത്തു. ബാക്കി ആരൊക്കെ ഉണ്ടാവുക, 1 പ്ലസ് ഇവിടെ 1/2 ഉണ്ടാവും, ഇത് 0 ആയിപ്പോയി, പിന്നെ ഉള്ളത് 1/8. ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാം, ദ ആൻസർ വി വിൽ ബി ഗെറ്റിംഗ് ആസ് -4.33 വോൾട്ട് എന്ന് കിട്ടും. So this is the output voltage corresponding to 1101.
ഓക്കെ, അപ്പോൾ ഈ ഒരു ഒറ്റ ബേസിക് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഓപ്പറേഷൻസ് എല്ലാം ചെയ്തത്, ഈ ഒരൊറ്റ ബേസിക് ഇക്വേഷൻ വെച്ചിട്ട്. ഓക്കെ, ഈ ഇക്വേഷൻ പ്രകാരം നമ്മൾ ഫുൾ സ്കെയിൽ വോൾട്ടേജ് ഇവാലുവേറ്റ് ചെയ്ത് ചില സമയത്ത് റെസിസ്റ്റൻസ് വാല്യൂ ഒക്കെ തരും, ഒരു റെസിസ്റ്റൻസ് വാല്യൂ തരും, ഇവിടെ തരാത്തതുകൊണ്ടാണ് നമ്മൾ അസ്യൂം ചെയ്തത്. ഇനി അത് വെച്ചിട്ട് നമ്മൾ റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിച്ചു. റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സർക്യൂട്ട് ഡിസൈൻ കംപ്ലീറ്റ് ആയി. സർക്യൂട്ട് ഡിസൈൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഏത് ഇൻപുട്ട് സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗിവ് ദ വെരിലോഗ് കോഡ് ഫോർ ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിൻ്റെ വെരിലോഗ് കോഡ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു 5 ലൈൻ കോഡാണ് ആക്ച്വലി വെരിലോഗ് കോഡ് ഉള്ളത് ആൻഡ് ഗേറ്റ് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആക്ച്വലി വെരിലോഗ് കോഡ് എഴുതുന്ന സമയത്ത് നമ്മളൊരു മൊഡ്യൂൾ നെയിം വെച്ചിട്ടാണ്, അല്ലെങ്കിൽ മൊഡ്യൂൾ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഫംഗ്ഷൻ പറയുന്ന പോലെ ഒരു മൊഡ്യൂൾ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻഡ് മൊഡ്യൂൾ നമ്മൾ കൊടുക്കണം. മൊഡ്യൂൾ തുടങ്ങി കഴിഞ്ഞാൽ എൻഡ് മൊഡ്യൂൾ നമ്മൾ കൊടുക്കണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്നത് മൊഡ്യൂളിന് ഒരു പേര് കൊടുക്കണം. ഞാൻ തൽക്കാലം കൊടുത്തിരിക്കുന്നത് ആൻഡ് ഗേറ്റ് എന്ന് പറയുന്ന പേരാണ് മൊഡ്യൂളിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പേരുകൾ നമ്മൾ ഈ മൊഡ്യൂളിൽ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മൊഡ്യൂളിന് പേര് കൊടുത്തു. അതിനുശേഷം ഈ മൊഡ്യൂളിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. നമ്മളിവിടെ ആൻഡ് ഗേറ്റ് ആണ് ഡിസൈൻ ചെയ്യുന്നത്. ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ആണെങ്കിൽ 2 ഇൻപുട്ടും ഉണ്ടാവും, ഒരു ഔട്ട്പുട്ടും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ABC എന്ന് പറയുന്ന 3 ആൾക്കാരെ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ 2 ഇൻപുട്ടാണ്, 1 ഔട്ട്പുട്ടാണ്. അത് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അതാണ് ഈ സ്റ്റെപ്പ്, ഇൻപുട്ട് AB, ഔട്ട്പുട്ട് C. ഓക്കെ, ഇനി ഇത് എന്ത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടത് അതിവിടെ അസൈൻ ചെയ്യണം. സോ അസൈൻ ഔട്ട്പുട്ട് C ആണല്ലോ, അസൈൻ C ആസ് A ആൻഡ് B. അപ്പോൾ ഇതെന്തായി, ആൻഡ് ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തു, കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അതോടുകൂടി എന്തായി, എൻഡ് മൊഡ്യൂൾ അവിടെ എൻഡ് ചെയ്തു. ഇതാണ് എന്ത്, വെരിലോഗ് കോഡ് ഫോർ ആൻഡ് ഗേറ്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. വെരിലോഗ് കോഡൊക്കെ അത്രേ ചോദിക്കുള്ളൂ. നമുക്ക് ജസ്റ്റ് ആ കോഡ് ഒന്ന് ഒരു ചെറിയ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് 4 മാർക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഫ്ലാഷ് ടൈപ്പ് A to D കൺവേർട്ടർ. ഓക്കെ, അപ്പോൾ ഫ്ലാഷ് ടൈപ്പ് A to D കൺവേർട്ടർ എന്താണെന്നുള്ളതാണ് അടുത്തത്. നമ്മൾ നേരത്തെ വെയ്റ്റഡ് ടൈപ്പ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ പറഞ്ഞു. ഇത് പക്ഷേ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫ്ലാഷ് ടൈപ്പ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. അതിൽ ഫ്ലാഷ് ടൈപ്പ് കൺവേർട്ടറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. ഇതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള കമ്പാരേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള കമ്പാരേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റീവ് നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. വോൾട്ടേജ് ഡിവൈഡർ ആയിട്ട് റെസിസ്റ്റീവ് നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മളൊരു n ബിറ്റ് കൺവേർട്ടർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 2⁻n-1 കമ്പാരേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ n ബിറ്റ് കൺവേർട്ടർ we have to use 2⁻n-1 comparators. Similarly, we have to use 2⁻n resistive divider network. ഇത്രയും സംഭവങ്ങൾ നമുക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്കൊരു ഫ്ലാഷ് ടൈപ്പ് ADC നമുക്ക് ഉണ്ടാക്കാൻ പറ്റാം. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു ഫ്ലാഷ് ടൈപ്പ് ADC കണ്ടുപിടിക്കാം. കൂടാതെ അതിൻ്റെ അകത്തൊരു പ്രയോറിറ്റി എൻകോഡർ എന്ന് പറയുന്ന സംഭവം കൂടി ഉണ്ട്. പ്രയോറിറ്റി എൻകോഡർ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു 2 ബിറ്റ് ഫ്ലാഷ് ADCയുടെ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം 2 ബിറ്റ് ആണ്. അപ്പോൾ എൻ്റെ വാല്യൂ എത്രയാണ്, എൻ്റെ വാല്യൂ 2. അപ്പോൾ 2⁻2-1 കമ്പാരേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും, 4-1 3 കമ്പാരേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും, 2⁻2 റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും, 4 റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും. കണ്ടോ, 1 2 3 4 റെസിസ്റ്റേഴ്സും 3 കമ്പാരേറ്ററും യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 2 ഇൻപുട്സുകൾ കാണാം, V റെഫറൻസും V ഇൻപുട്ടും. V റെഫറൻസ് എന്ന് പറയുന്നത് V റെഫറൻസ് വോൾട്ടേജ് ഫിക്സഡ് വോൾട്ടേജ് ആയിരിക്കും. ആ ഫിക്സഡ് വോൾട്ടേജ് ഓരോ കമ്പാരേറ്ററിനെയും നെഗറ്റീവ് ടെർമിനലിലേക്ക് റെസിസ്റ്റീവ് ഡിവൈഡർ നെറ്റ്വർക്ക് വെച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് റെസിസ്റ്റർ നെറ്റ്വർക്കിന് ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് ഇതിൻ്റെ നെഗറ്റീവ് ടെർമിനൽ, ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് ഇതിൻ്റെ നെഗറ്റീവ് ടെർമിനൽ, ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് ഇതിൻ്റെ നെഗറ്റീവ് ടെർമിനൽ. ഓരോ കമ്പാരേറ്ററിനെയും പോസിറ്റീവ് ടെർമിനലിലേക്ക് ഇൻപുട്ട് വോൾട്ടേജ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ആണ്. നമ്മളൊരു പർട്ടിക്കുലർ അനലോഗ് വോൾട്ടേജ് കൊടുക്കുമ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം. ഒരു അനലോഗ് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം. അതാണ് നമ്മുടെ ഉദ്ദേശം. കാരണം അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ആണല്ലോ.
അപ്പോൾ ഇതിൽ നമ്മളിപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഇത് വർക്ക് ചെയ്യാം? ഇൻപുട്ട് വോൾട്ടേജ് എപ്പോഴെങ്കിലും ഇൻപുട്ട് വോൾട്ടേജ് ഇവിടെ അപ്പിയർ ചെയ്യുന്ന റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കൂടുതലാണെങ്കിൽ ഓരോ കമ്പറേറ്ററിലും എത്തുന്ന റെഫറൻസ് വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും. ഫസ്റ്റ് കമ്പറേറ്ററിൻ്റെ കാര്യം എടുക്കാം. ഫസ്റ്റ് കമ്പറേറ്ററിൻ്റെ കേസിലുള്ള റെഫറൻസ് വോൾട്ടേജ് V1 ആണെന്ന് വിചാരിക്കാം, സെക്കൻഡിൻ്റെ V2 ആണെന്ന് വിചാരിക്കാം, തേർഡിൻ്റെ V3 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൻ്റെ കമ്പറേറ്റർ വോൾട്ടേജ് V1 ആണെങ്കിൽ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് V1? ഈ റെസിസ്റ്ററിനെ അക്രോസുള്ള വോൾട്ടേജ് അല്ലേ, ടോട്ടൽ വോൾട്ടേജ് V റെഫറൻസ് ഈ റെസിസ്റ്ററിനെ അക്രോസുള്ള വോൾട്ടേജ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു ദാറ്റ് പർട്ടിക്കുലർ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? 4 റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട്. സോ നമുക്ക് എന്ത് കിട്ടും? V റെഫറൻസ് ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. അതേപോലെ സെക്കൻഡ് കമ്പറേറ്ററിന് അക്രോസ് ഉള്ള റെഫറൻസ് വോൾട്ടേജ് എത്രയായിരിക്കും? V റെഫറൻസ് ഇൻറ്റു സെക്കൻഡ് കമ്പറേറ്ററിന് അക്രോസ്, ഇതല്ലേ സെക്കൻഡ് കമ്പറേറ്റർ, ഇത് 2 റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് അല്ലേ. സോ V റെഫറൻസ് ഇൻറ്റു 2R ഡിവൈഡഡ് ബൈ 4R. അപ്പോൾ ഇവിടെ V റെഫറൻസ് ഇൻറ്റു 2R ബൈ 4R എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? V റെഫറൻസ് ഡിവൈഡഡ് ബൈ 2. സിമിലർലി നമ്മൾ V3 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് ദ റെഫറൻസ് വോൾട്ടേജ് അക്രോസ് കമ്പറേറ്റർ 3 അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് V റെഫറൻസ് ഇൻറ്റു 3R ഡിവൈഡഡ് ബൈ 4R. ദാറ്റ് ഈസ് V റെഫറൻസ് ഇൻറ്റു 3/4. ഇങ്ങനെയായിരിക്കും ഡിഫറെൻറ്റ് റെഫറൻസ് വോൾട്ടേജുകൾ കിട്ടുക. അപ്പോൾ സപ്പോസ് ഏതെങ്കിലും കമ്പറേറ്ററിന് അക്രോസ് ഇൻപുട്ട് വോൾട്ടേജ് ഹൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യും, ആ ഇൻപുട്ട് വോൾട്ടേജ് അനലോഗ് വോൾട്ടേജ് ആയിരിക്കും. ആ അനലോഗ് വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റൽ ഔട്ട്പുട്ടാണ് നമുക്ക് വേണ്ടത്. ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന റെഫറൻസ് വോൾട്ടേജ് നമുക്ക് അസ്യൂം ചെയ്യാം, നമ്മൾ അപ്ലൈ ചെയ്യുന്ന റെഫറൻസ് വോൾട്ടേജ് 4 വോൾട്ട് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് V1 എന്താ കിട്ടുക? 4 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് 1. അപ്പോൾ V1 ഈസ് ഈക്വൽ ടു 1 വോൾട്ട് കിട്ടും. V2 ഈസ് ഈക്വൽ ടു എന്താ വരിക? V2 ഈസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 2 വോൾട്ട് കിട്ടും. V3 ഈസ് ഈക്വൽ ടു 3 വോൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന അനലോഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് 2.1 വോൾട്ട് ആണെന്ന് വിചാരിക്കാം. ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന അനലോഗ് വോൾട്ടേജ് 2.1. ഈ 2.1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റൽ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 2.1 ഇൻപുട്ട് വോൾട്ടേജ് വരുന്ന സമയത്ത് ഈ ഫസ്റ്റ് കമ്പറേറ്ററിൽ നോക്ക്, ഈ 2.1 ഇവിടെ വരും അല്ലേ. ഈ 2.1ഉം ഈ നെഗറ്റീവിലുള്ള റെഫറൻസ് വോൾട്ടേജുമായിട്ട് കമ്പയർ ചെയ്യും. നെഗറ്റീവിലുള്ള റെഫറൻസ് വോൾട്ടേജ് എത്രയാണ്? 1 വോൾട്ട്. 1 വോൾട്ടിനേക്കാൾ വലുതാണല്ലോ 2.1. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താവും? 1 ആവും. സിമിലർലി സെക്കൻഡ് കമ്പറേറ്റർ നോക്കാം. സെക്കൻഡ് കമ്പറേറ്ററിൽ വരുന്ന ഇൻപുട്ട് വോൾട്ടേജ് എന്താ? സെക്കൻഡ് കമ്പറേറ്ററിൽ വരുന്ന ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 2.1. ഇതിൻ്റെ റെഫറൻസ് വോൾട്ടേജ് എത്രയാണ്? 2 വോൾട്ട്. അപ്പോൾ ഇതിൻ്റെയും ഇൻപുട്ടിൽ വരുന്ന വോൾട്ടേജ് കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടും 1 ആവും, ഇതിൻ്റെ ഔട്ട്പുട്ട് 0 ആവും. കാരണം ഇതിൻ്റെ റെഫറൻസ് വോൾട്ടേജ് 3 വോൾട്ടാണ്. 3 വോൾട്ടേജിനേക്കാൾ താഴെയാണ് 2.1 വരുന്നത്. അപ്പോൾ 2 കമ്പറേറ്ററിൻ്റെയും ഔട്ട്പുട്ട് 1 ആവും. അപ്പോൾ ഈ എൻകോഡർ എങ്ങനെയായിരിക്കും അത് എൻകോഡ് ചെയ്യുക? അതിനു വേണ്ടിയിട്ടാണ് ഈ എൻകോഡർ നമ്മൾ പ്രയോറിറ്റി എൻകോഡർ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രയോറിറ്റി എൻകോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വൺസ് അതിൻ്റെ ഇൻപുട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ള ഏത് ഇൻപുട്ടിനാണോ അതിനെയാണ് അത് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിൽ രണ്ടിലും 1 വന്നിരിക്കുന്നു, പക്ഷേ പ്രയോറിറ്റി ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നതായിട്ടായിരിക്കും സെറ്റ് ചെയ്യുക. അപ്പോൾ റിവേഴ്സ് ഓർഡറിൽ പ്രയോറിറ്റി സെറ്റ് ചെയ്തിരിക്കുന്ന കാരണം ഇവിടെ 1 വന്നതായിട്ടായിരിക്കും പ്രയോറിറ്റി എൻകോഡർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 1 വന്നതായിട്ട് പ്രയോറിറ്റി എൻകോഡറിന് മനസ്സിലായി കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിറ്റ് ആയിരിക്കും B0 B1 അത് ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഫ്ലാഷ് ടൈപ്പ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കൺവേർട്ടറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഇൻപുട്ടിനെ ഡിഫറെൻറ്റ് സ്റ്റേജസുമായിട്ട് കമ്പയർ ചെയ്യും, ഡിഫറെൻറ്റ് റെഫറൻസ് വോൾട്ടേജുമായിട്ട് കമ്പയർ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിലെ കൺവേർഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ ഇതിൽ കൺവേർഷൻ മെക്കാനിസം ചോദിച്ചു കഴിയുമ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന കമ്പോണൻസ് എന്ന് പറയാം. കമ്പറേറ്റേഴ്സ് ഉണ്ട്, റെസിസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ പ്രയോറിറ്റി എൻകോഡേഴ്സ് ഉണ്ട്. പ്രയോറിറ്റി എൻകോഡർ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു. പിന്നെ സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് വാല്യൂ മാറാൻ പാടില്ല, കമ്പാരിസൻ്റെ ഇടയിൽ മാറാൻ പാടില്ല. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? സാമ്പിൾ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ടും ഫ്ലാഷ് ടൈപ്പ് ADCയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫ്ലാഷ് ടൈപ്പ് ADCനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് ലാസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് PAL ആൻഡ് PLA.
ഓക്കെ, PAL എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ ലോജിക് അറേ ആണ്. സോറി, PLAയും PALും ആണ്. PLA എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ ലോജിക് അറേ, PAL എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ അറേ ലോജിക്. ജസ്റ്റ് തിയറി പാർട്ടായിട്ട് വരുന്ന ഒരു 3-4 പോയിന്റ്സ് എഴുതിയാൽ മതി. അതിൽ PLAയിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് ഗേറ്റും ഓർ ഗേറ്റിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഗ്രാം ചെയ്യാൻ പറ്റും. PALലാണെങ്കിൽ ആൻഡ് ഗേറ്റിന് മാത്രമേ പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഫോളോ ചെയ്ത് വരുന്ന ഓർ ഗേറ്റ് ഫിക്സഡ് ആയിരിക്കും. കൂടാതെ PLA എന്ന് പറയുന്നത് കുറച്ച് ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ട് കൂടാതെ തന്നെ എല്ലാ ഗേറ്റിനെയും പ്രോഗ്രാം ചെയ്യാമെന്നത് കൊണ്ട് അത് എക്സ്പെൻസീവ് ആണ്. പക്ഷേ PAL എന്ന് പറയുന്നത് അത്ര എക്സ്പെൻസീവ് അല്ല, അത്ര ഫ്ലെക്സിബിലിറ്റിയും ഇല്ല. പിന്നെ സ്പീഡ്, PLAയുടെ സ്പീഡ് എന്ന് പറയുന്നത് കുറവാണ് PALനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത്. പിന്നെ എക്കണോമിക്കൽ ഫാക്ടേഴ്സ്, അങ്ങനെ കുറേ പോയിന്റ്സ് നമുക്ക് കണ്ടുപിടിച്ച് എഴുതാം. 4 മാർക്കിനായതുകൊണ്ട് 4 പോയിന്റ്സ് മതി. അപ്പോൾ ഇതിൻ്റെ അകത്ത് മേജർ ടോപ്പിക്കായിട്ട്, മേജർ ക്വസ്റ്റൻ ആയിട്ട് ആ സെക്ഷനിൽ വന്നത് ഈ ഫ്ലാഷ് ടൈപ്പ് A to D കൺവേർട്ടർ ആണ്. ഫ്ലാഷ് ടൈപ്പ് A to D കൺവേർട്ടറിന് 10 മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈ കംപ്ലീറ്റ് സാധനങ്ങളും സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കണം, വർക്കിംഗ് പറയണം. ഒരു എക്സാമ്പിൾ വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ മാർക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയാണ് 5th മൊഡ്യൂളിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു സെഷനായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.